ഹായ് ഓൾ, ബിസിനസ് റെഗുലേഷൻ്റെ തേർഡ് ചാപ്റ്റർ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് ഒക്കെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അറൗണ്ട് ഒരു 9-10 പോയിൻറ്റ്സ് ആണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ വാലിഡ് കോൺട്രാക്ട്സിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ എസെൻഷ്യൽ എലമെൻ്റ് ആയിട്ടുള്ള ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ് ഈ ഒരു തേർഡ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിന് നമ്മൾ സിമ്പിളായിട്ട് എഗ്രിമെൻ്റ് എന്നാണ് പറയുക, അല്ലേ? ഒരു എഗ്രിമെൻ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വൺ പേഴ്സൺ ഗീവ്സ് ആൻ ഓഫർ ആൻഡ് ദ അതർ പേഴ്സൺ അക്സെപ്റ്റ് ദാറ്റ് ഓഫർ. ഒരാൾ കൊടുക്കുന്ന ഓഫർ അതേ സെൻസിൽ മറ്റേ ആളത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓഫർ ആൻഡ് എന്താണ് അക്സെപ്റ്റൻസ്? അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. It is an established principle that an agreement arises only when an offer is made by one person and it is accepted by the other person to whom it is made. അപ്പോൾ ഒരു ഓഫർ മേക്ക് ചെയ്യുന്ന ഒരാളും ആൻഡ് അത് ആർക്കാണോ മേക്ക് അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ ആ ഓഫർ കൊടുക്കുന്നത് അയാൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ദസ് ആൻ ഓഫർ ആൻഡ് ഇറ്റ്സ് അക്സെപ്റ്റൻസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഇൻ മേക്കിംഗ് ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. വിത്തൗട്ട് എഗ്രിമെൻറ്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. According to Section 2, Subsection A of the Indian Contract Act 1872 defines a proposal or offer as follows. When one person signifies to another his willingness to do or to abstain from doing something with a view to obtaining the assent of that other to such act or abstinence, he is said to be make a proposal. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ വായിക്കുമ്പോൾ നമുക്ക് കുറേ കൺഫ്യൂസിങ് ആയിരിക്കും. ആക്ച്വലി ഓഫറിനെ തന്നെയാണ് നമ്മൾ പ്രപ്പോസൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഓഫർ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രപ്പോസൽ? ഒരു പേഴ്സൺ എന്താണ് അയാളുടെ വില്ലിങ്നെസ് ടു ഡൂ സംതിങ് ഓർ നോട്ട് ടു ഡൂ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരാളുടെ വില്ലിങ്നെസ്, അയാളുടെ ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾക്കിപ്പോൾ ചെയ്യാൻ തോന്നുന്ന കാര്യമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ ഉള്ള ഒരു കാര്യമോ മറ്റൊരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മറ്റേയാളെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യിക്കാം. ഇൻ കേസ് മറ്റേയാൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ കൊടുത്തത് ഒരു ഓഫർ മാത്രമായിട്ട് അവിടെ നിലനിൽക്കും. ഓക്കെ, അപ്പോൾ ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഓർ മേക്കിംഗ് ദ ഓഫർ ഇസ് കോൾഡ് എ പ്രോമിസർ ഓർ ഓഫറർ. അപ്പോൾ രണ്ട് പാർട്ടീസാണ് എവിടെ ഉണ്ടാവുക? ഒരു ഓഫർ നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഓഫർ കൊടുക്കുന്ന ആളെ നമ്മൾ വിളിക്കുക എന്താണ്? പ്രോമിസർ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓഫറർ എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ പ്രപ്പോസൽ ഇസ് മെയ്ഡ് ഇസ് കോൾഡ് എ പ്രോമിസി ഓർ ഓഫറി. ഓക്കെ, ആർക്കാണോ നമ്മൾ ഈ പ്രോമിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓഫർ കൊടുക്കുന്നത് അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? പ്രോമിസി അല്ലെങ്കിൽ ഓഫറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓഫറിൻ്റെ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ദർ ആർ ടു പാർട്ടീസ്. ഇപ്പം നമ്മുടെ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്ന സമയത്ത് സാധാരണ സെയിൽ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ആളാണ് ഓഫർ കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ഓഫർ വെക്കുകയാണ്. അപ്പോൾ അതിൽ എത്ര രൂപയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ എന്ന് വിളിക്കും. ആൻഡ് ഈ ലാൻഡ് വാങ്ങാൻ വില്ലിങ് ആയിട്ട് വരുന്ന ആളെ, അല്ലെങ്കിൽ ആരാണോ നമ്മുടെ പ്രോമിസ് അല്ലെങ്കിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോമിസി അല്ലെങ്കിൽ ഓഫറി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഒരു വാലിഡ് ഓഫർ, ഓക്കെ, നമുക്കറിയാം കോൺട്രാക്റ്റിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ലീഗലിയാണ് ചെയ്യുക. ലീഗലി നമുക്ക് കോൺട്രാക്റ്റ് മേക്ക് ചെയ്യണം, ലീഗലി നമ്മൾ ഓഫർ കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ലീഗലി അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു വാലിഡ് ഓഫർ മേക്ക് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. ദ ഓഫർ മസ്റ്റ് ബി ക്യാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഓഫറിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, അല്ലെങ്കിൽ രണ്ട് ആൾക്കാർ തമ്മിൽ, അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് അയാളുമായിട്ട് ഒരു ലീഗൽ റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് കൂടിയിട്ട് നമ്മളും പ്രോമിസിയും തമ്മിൽ എന്തുണ്ടായിരിക്കണം? അല്ലെങ്കിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഈ പറയുന്ന ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി രണ്ടാമത്തെ കാര്യം, ഓഫർ മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് എ വേഗ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഓഫർ എപ്പോഴും എങ്ങനെയായിരിക്കണം? കൃത്യമായിരിക്കണം, അതുപോലെ അത് വ്യക്തമായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളടുത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു പേഴ്സൺ 3 കാറുകളുണ്ട് വിചാരിക്കുക. അപ്പോൾ ഇയാൾ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്താണ്, ഐ വിൽ സെൽ യു എ കാർ, ഞാൻ നിനക്കൊരു കാറ് തരാം, അല്ലെങ്കിൽ ഞാനൊരു കാറ് നിനക്ക് സെയിൽ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾക്കൊരു ഓഫർ കൊടുക്കുകയാണ്. ബട്ട് അയാൾ എന്ത് ചെയ്തിട്ടില്ല, ഏത് കാറാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അയാൾക്ക് പല മോഡൽസിലുള്ള അല്ലെങ്കിൽ പല കമ്പനിയുടെ 3-4 കാറുകളുണ്ട് വിചാരിക്കാം. ഇതിൽ ഏത് കാറാണ് സെയിൽ ചെയ്യുന്നതെന്നുള്ളത് അയാൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വാലിഡ് ഓഫറായി മാറുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓഫർ എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി സർട്ടൻ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡെഫിനറ്റ്. ആൻഡ് ഈ ഒരു കാര്യം ഡെഫിനറ്റ് ആയിരിക്കണം, സർട്ടൺ ആയിരിക്കണം. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഓഫറിൽ ഒരു ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ എവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം? ഓഫറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഫറിൽ കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്നൊരു സാധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഷോപ്പിൽ ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് കറക്റ്റായിട്ട് എടുത്തു തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിലേക്ക് കോൾ ചെയ്തിട്ട് ഇന്ന സാധനങ്ങൾ വേണം എന്നുള്ള ലിസ്റ്റ് കൃത്യമായിട്ട് കൊടുത്താലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദ സെയിം ഇതുപോലെ തന്നെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓഫർ മെയ്ഡ് ചെയ്യുമ്പോൾ അത് കൃത്യമായിരിക്കണം, അതുപോലെ ഡെഫിനിറ്റ് ആയിരിക്കണം, സർട്ടൺ ആയിരിക്കണം, അതിനൊരു കൃത്യതയും വ്യക്തതയും ഉണ്ടായിരിക്കണം. ആൻഡ് ദ തേർഡ് ഇസ്, ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അതർ പാർട്ടി. ദെൻ നമ്മൾ കൊടുക്കുന്ന ഓഫർ ആർക്കാണോ നമ്മൾ ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ അടുത്ത് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓഫർ എന്തായാലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ ഓഫറി അല്ലെങ്കിൽ പ്രോമിസി. An offer must be communicated to the person to whom it is made. An offer is complete only when it is communicated to the offeree. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓഫർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ ഓഫർ മറ്റേയാൾ അറിയാത്ത സ്ഥിതിക്ക് നമുക്കൊരിക്കലും ആ ഓഫർ, നമ്മൾ കൊടുത്ത ഓഫർ വാലിഡ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഡോഗിനെ ഒരാൾക്ക് മിസ്സായി വിചാരിക്കാം. അപ്പോൾ ഡോഗിനെ മിസ്സായിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് ഡോഗിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെറ്റാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ മേ ബി ഒരു റിവാർഡൊക്കെ കൊടുക്കും. ആ ഡോഗിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്കൊരു റിവാർഡൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്നൊരു കാര്യം, ഈ ഡോഗിന് റിവാർഡ് കൊടുക്കാം എന്നുള്ള കാര്യം അയാൾ എന്ത് ചെയ്തിരിക്കണം? പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറില്ലേ, ഡോഗിന് മിസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര രൂപ തരാം, അത് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആൾക്ക് ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ബട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു എമൗണ്ടിൻ്റെ കാര്യമൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ മെൻഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് മറ്റൊരാൾ വന്നിട്ട് നമുക്ക് ഡോഗിനെ കണ്ടുപിടിച്ച ഒരാൾ തന്നു, അയാൾ നമ്മുടെ അടുത്ത് ക്യാഷ് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് മറ്റേയാൾക്കില്ല. കാരണം എന്താണ്? നമ്മൾ കൊടുക്കാത്തൊരു ഓഫറാണ്, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും മേ ബി, പക്ഷേ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തിടത്തോളം കാലം അതിൽ എന്ത് വരില്ല, ഓഫർ ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫറായിട്ട് മാറില്ല. അപ്പോൾ ഓഫറിൽ എന്താണോ കാര്യങ്ങൾ പറയണത്, അല്ലെങ്കിൽ ഓഫറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മറ്റേയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ദ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ കൺസെൻറ്റ് ഓഫ് ദ ഓഫറി. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഓഫറുടെ കൺസെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഓഫർ എന്താവുള്ളൂ, ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫറായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അയാളുടെ സമ്മതം അല്ലേ. ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓർ കൺസെൻറ്റ് ഓഫ് ദ അതർ പാർട്ടി എന്നാണ് പറയുക. അപ്പോൾ ഈ പറയുന്ന കൺസെൻറ്റ് അല്ലെങ്കിൽ അസെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആർക്കാണോ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അയാളുടെ അടുത്തുനിന്ന് അയാളുടെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഓഫറിലേക്ക് അയാൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റേ ആളുടെ കൺസെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഓഫറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ ദ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ആൻ ആൻസർ ടു എ ക്വസ്റ്റ്യൻ. ഓഫർ ഒരിക്കലും നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത് പോലെ ആവരുത് എന്നാണ് പിന്നെ ഒരു പറയുന്ന റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇത്
യെസ് ഓർ നോ എന്ന് പറയുന്ന രീതിയിലായിരിക്കരുത് ഒരു ഓഫർ എപ്പോഴും ഉണ്ടാവുക. അത് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ കൃത്യമായിട്ട് പറയുന്ന രീതിയിലുള്ളതായിരിക്കണം ഒരു ഓഫർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വരുന്നത് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഇസ് നോട്ട് ആൻ ഓഫർ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ എന്ന് പറയുന്നത് ഓഫർ അല്ല. ആക്ച്വലി നമ്മൾ ഓഫറാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഓഫറാണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ വരുന്നൊരു സംഭവത്തിനെയാണ് നമ്മൾ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ എന്ന് പറയുക. ഇപ്പോൾ ഇൻവിറ്റേഷൻ ടു ദ ഓഫറിന് എക്സാമ്പിൾസ് ആണ് കാറ്റലോഗ്സ്, കൊട്ടേഷൻസ്, ഇപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടുന്ന മെനു കാർഡ്സ്, ദെൻ അതേപോലെ ഇപ്പം ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന വിത്ത് പ്രൈസ് ടാഗോട് വെച്ചിരിക്കുന്ന ഗുഡ്സ്, ഇതൊക്കെ എന്താണ് ജസ്റ്റ് ആൻ ഇൻവിറ്റേഷൻ ടു ദ ഓഫറാണ്. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലാതിരിക്കാം. അപ്പോൾ അതൊക്കെ എന്താണ് ഇൻവിറ്റേഷൻ ടു ദ ഓഫറാണ്. അതൊരിക്കലും എന്തല്ല ആക്ച്വലി ഇല്ല ഓഫേഴ്സ് അല്ല. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ സമയത്ത് നമ്മൾ ഈ കാണുന്ന കാറ്റലോഗ്സും അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ന്യൂസ് പേപ്പേഴ്സിൽ അങ്ങനെ ചില ആർട്ടിക്കിൾസൊക്കെ സെയിൽ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന കാറ്റലോഗ്സ് ഒക്കെ ഉണ്ടാവും. അതൊന്നും ആക്ച്വലി എന്താണ് ഇൻവിറ്റേഷൻ ടു ദ ഓഫറാണ്. അതൊന്നും എന്തല്ല ആക്ച്വലി ഇല്ല ഓഫേഴ്സ് ആയിരിക്കില്ല. ഇപ്പോൾ കൊട്ടേഷൻ ക്ഷണിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പോൾ കൊട്ടേഷൻ ക്ഷണിക്കുമ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടാവുക. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർ അപ്ലൈ ചെയ്തതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരാൾക്കായിരിക്കും മേ ബി എന്ത് കിട്ടുക, ആ ഒരു ഓഫർ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഇൻവിറ്റേഷൻ ടു ദ ഓഫർ എന്ന് പറയുന്നത് ഒരു ഓഫർ അല്ല എന്നാണ് അടുത്തൊരു എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ആൻഡ് ദ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം മിയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻഷൻ. അടുത്തൊരു കാര്യം, ഓഫർ എന്ന് പറയുന്നത് ഒരു നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാനുള്ള നമ്മുടെ ഒരു ഇൻറ്റൻഷൻ, അതായത് എന്താണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വില്ലിങ്നെസ് ആണ്. അപ്പോൾ ഈ ഒരു വില്ലിങ്നെസ്സും നമ്മുടെ ഓഫറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത്, അതിന് കൂടെ വേറെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഓഫർ കൃത്യമായിരിക്കണം, അതുപോലെ വ്യക്തവുമായതുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യാൻ നമ്മൾ എന്തായിരിക്കും, ബാധ്യസ്ഥരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നതും ഓഫർ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. Then special conditions attached to an offer must also be communicated. അടുത്ത കാര്യം, ഒരു ഓഫർ നമ്മൾ കൊടുക്കുമ്പോൾ ഓഫറിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ കണ്ടീഷൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കാം, മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ അതിന് താഴെ കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങൾക്ക് എന്തോ ഒരു അഡീഷണൽ കണ്ടീഷൻസ് അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മളൊരു ആഡ് കണ്ടിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യാതിരിക്കാനോ പോവുകയാണെങ്കിൽ അതിന് താഴെ അവർ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് എന്താണെന്നുള്ളത് കൂടി നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സാധനം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ ഹിഡൻ കണ്ടീഷൻസ് എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അതും കൂടിയും നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു വാലിഡ് ഓഫറാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദ ഓഫർ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓഫർ ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. അപ്പോൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും നമുക്ക് എന്ത് കൊടുക്കാം, ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓഫർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഓഫർ എങ്ങനെയായിരിക്കാം, എക്സ്പ്രസ്ഡ്. നമുക്ക് ഓഫർ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഓഫർ എന്താണോ എന്നുള്ളത് അത് കൃത്യമായിട്ട് ഓറലി ഓർ റിട്ടൺ നമ്മൾ മറ്റേ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ എക്സ്പ്രസ് ഓഫേഴ്സ് എന്ന് പറയുക. ദെൻ ഇംപ്ലൈഡ് ഓഫേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റ് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളിങ്ങനെ ഒരു ഓഫറിലാണ് അല്ലെങ്കിൽ ഓഫർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റേ ആൾക്ക് മനസ്സിലാവുന്നതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുക. ദെൻ അടുത്തൊരു കാര്യം, ദ ഓഫർ മേ ബി സ്പെസിഫിക് ഓർ ജനറൽ. ഒരു ഓഫർ ഒരു പേഴ്സണ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ജനറൽ പീപ്പിൾസിന്, ഒരു വലിയ ക്രൗഡിന് മുഴുവനും കൊടുക്കുന്നതും എന്ത് തന്നെയാണ്, ഓഫറാണ്. ഇപ്പോൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കണക്കാക്കിയിട്ട് അയാൾക്ക് മാത്രം കൊടുക്കുന്ന ഓഫറാണ്. ജനറൽ ഓഫർ എന്ന് പറയുന്നത് കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ദെൻ ദ ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ദ ടേം നോൺ കമ്പൈലൻസ് ഓഫ് വിച്ച് വുഡ് എമൗണ്ട് ടു അക്സെപ്റ്റൻസ്. ദാറ്റ് ഈസ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് നോൺ കമ്പൈലൻസ്, അതായത് നമ്മുടെ ആക്സെപ്റ്റൻസിന് ഏത് രീതിയിൽ വരെ ആക്സെപ്റ്റൻസ് വരാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ എന്തുണ്ടായിരിക്കണം, എവിടെ ഉണ്ടായിരിക്കണം, ഓഫറിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് കൈൻഡ്സ് ഓഫ് ഓഫേഴ്സാണ്. ഏതൊക്കെയാണ് ഓഫേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, ഓഫേഴ്സിന് നമ്മൾ ഫസ്റ്റ് കാറ്റഗറി എക്സ്പ്രസ് ഓഫേഴ്സാണ്. എക്സ്പ്രസ് ഓഫേഴ്സ് എന്ന് പറയുന്നത്
നമ്മൾ ഏത് രീതിയിലാണ് ഓഫർ മെയ്ഡ് ചെയ്യുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്സ്പ്രസ് ഓഫർ പറയുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത് ഐദർ ഓറലി ഓർ റിട്ടൺ നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ത്രൂ ഫോൺ കോൾ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ നമ്മുടെ ഓഫർ മറ്റേ ആളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എക്സ്പ്രസ് ഓഫേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റായിരിക്കും. പിന്നെ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത് ഒരാളുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ കണ്ടക്റ്റ് കൊണ്ട് മറ്റേ ആൾക്ക് അത് അയാളൊരു ഓഫർ നൽകുന്നുണ്ട് എന്ന് തോന്നുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെയാണ് ത്രൂ അയാളുടെ ജസ്റ്റേഴ്സ് വഴിയോ അയാളുടെ ആംഗ്യങ്ങൾ വഴിയോ അല്ലെങ്കിൽ അയാളുടെ ബോഡിയുടെ മൂവ്മെൻറ്റ്സ് കൊണ്ടോ ഒക്കെ മറ്റേ ആൾക്ക് അയാളുടെ പറയാതെ തന്നെ റിട്ടൺ ഓർ ഓറൽ വേർഡ്സ് ഇല്ലാതെ തന്നെ ഒരു ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുക. പിന്നെ വരുന്നത് സ്പെസിഫിക് ഓഫറാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത് ആൻ ഓഫർ വിച്ച് ഇസ് സ്പെസിഫിക്കലി മെയ്ഡ് ഫോർ സംബഡി. ഏതെങ്കിലും ഒരു പേഴ്സണ് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറിനെയാണ് എന്ത് വിളിക്കാം, സ്പെസിഫിക് ഓഫർ എന്ന് വിളിക്കാം. അപ്പോൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കാണോ ഓഫർ കൊടുക്കുന്നത് അയാളെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ആൻഡ് അയാളെ മെൻഷൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഓഫർ കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് ജനറൽ ഓഫർ എന്ന് പറയുന്നത് ഒരു വലിയ ക്രൗഡിന് മുന്നിലേക്ക് നമ്മളൊരു ഓഫർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ജനറൽ ഓഫർ എന്ന് വിളിക്കാം. അപ്പോൾ അത് കേൾക്കുന്ന ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഒരു ഡോഗ് മിസ്സിങ് ആണെങ്കിൽ ഡോഗിനെ കണ്ടു കിട്ടുന്നവർക്ക് 10,000 രൂപ റിവാർഡ് തരാമെന്ന് നമ്മൾ പേപ്പറിൽ ഒരു ആഡ് കൊടുക്കുന്നത് എന്താണ്, ജനറൽ ഓഫറാണ്. അപ്പോൾ ആ ആഡ് കാണുന്ന ആർക്കും ആ ഡോഗിനെ അന്വേഷിക്കാം, ആർക്ക് വേണമെങ്കിലും ഡോഗിനെ കണ്ടു കിട്ടുന്ന ആൾക്ക് ഇയാളുടെ അടുത്ത് വരാം ആൻഡ് റിവാർഡ് വാങ്ങാം. അപ്പോൾ അതെന്താണ്, ദാറ്റ്സ് എ ജനറൽ ഓഫർ. പിന്നെ വരുന്നത് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ ഓർ കണ്ടിന്യൂയിങ് ഓഫർ എന്നുള്ളതാണ്. സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ് ഫീൽഡിൽ മെയിനായിട്ടും കാണുന്നതാണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എ സർട്ടൻ ആർട്ടിക്കിൾ അറ്റ് എ സർട്ടൻ റേറ്റ് ഓവർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിളിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ. അതായത് ഇപ്പോൾ എല്ലാ മാസവും നമ്മൾ ന്യൂസ് പേപ്പേഴ്സൊക്കെ വീട്ടിൽ വാങ്ങുകയാണെങ്കിൽ അതിങ്ങനെയായിരിക്കും, എന്താണ്, സ്റ്റാൻഡിങ് ഓഫറാണ്. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് ന്യൂസ് പേപ്പറിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഫിലിംസിൻ്റെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒ ടി ടിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ഫോർ 1 ഇയറോ അല്ലെങ്കിൽ ഇത്ര മന്ത് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ട് പോകുന്ന ഓഫറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ കൗണ്ടർ ഓഫർ എന്ന് പറയും. കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത് വെൻ ആൻ ഒറിജിനൽ ഓഫർ റിജക്റ്റഡ് ആൻഡ് എ ന്യൂ ഓഫർ ഇസ് മെയ്ഡ് ഇസ് നോൺ ആസ് കൗണ്ടർ ഓഫർ. അപ്പോൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത് ഒരാൾ ഒരു ഓഫർ അങ്ങോട്ട് മെയ്ഡ് ചെയ്യുന്നു, അതിന് പകരം മറ്റേ ആൾ അതിന് പകരമായിട്ട് തിരിച്ചൊരു ഓഫർ നമുക്ക് ഇങ്ങോട്ട് തരുന്നു ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റത്തെ ഓഫറിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മാറിയിട്ട് പുതിയ ഓഫർ അവിടെ നിലനിന്ന് പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൗണ്ടർ ഓഫർ എന്ന് വിളിക്കുക. ഇപ്പോൾ പൊതുവേ നമ്മുടെ ഈ ബാർഗെയിനിങ്ങിനൊക്കെ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു കാറ് നമ്മൾ 2 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് വിൽക്കാമെന്നൊരു ഓഫർ വെച്ചു ആൻഡ് അത് കണ്ടിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് വന്നു. പക്ഷേ നമ്മൾ തമ്മിലുള്ള ബാർഗെയിനിങ് കൊണ്ട് മറ്റേ ആൾ പറയാണ് 2 ലക്ഷം ഇല്ല, 1,90,000 ഞാൻ ഈ കാർ എടുത്തോളാം എന്ന് പറഞ്ഞു. നമ്മളത് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓഫറാണ് അവിടെ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കൗണ്ടർ ഓഫറാണ്, നമ്മൾ കൊടുത്ത ഓഫറിന് പകരമായിട്ട് പുതിയൊരു ഓഫർ അവിടേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, കൗണ്ടർ ഓഫർ എന്ന് വിളിക്കാം. ഇനി ക്രോസ് ഓഫറാണ് അടുത്തത്. When two parties make identical offer to each other in ignorance of each other's offers, the offer is a cross offer. They shall not constitute acceptance of one's offer by the other. Okay, അപ്പോൾ ക്രോസ് ഓഫർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം ഒരാളുടെ വീട് മറ്റേയാൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, എനിക്ക് നിങ്ങളുടെ വീട് ഒരു 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ 15 ലക്ഷം രൂപ ഞാൻ തരാം, നിങ്ങളുടെ വീട് എനിക്ക് സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു ഓഫർ മറ്റേയാൾക്ക് അയക്കുകയാണ്. അയക്കുക മീൻസ് ഇതിൽ അല്ലെങ്കിൽ ഫോൺ കോളോ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇയാൾ മറ്റേയാളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഞാൻ 15 ലക്ഷം രൂപയ്ക്ക് എൻ്റെ വീട് വിൽക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് മറ്റേയാൾക്ക് ഒരു ഓഫർ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം 2 ഓഫേഴ്സും അവിടെ എന്ത് ചെയ്യാണ്,
പാസ് ചെയ്യുന്നുണ്ട്. മറ്റേയാൾ വാങ്ങാമെന്നും ഇയാൾ വിൽക്കാമെന്നും പറഞ്ഞിട്ട് ഒരേപോലെ ഒരേ സബ്ജക്റ്റ് മാറ്ററിൻ്റെ കാര്യമാണ് പറയണത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു രണ്ട് ഓഫറും അവിടെ എന്തല്ല, വാലിഡ് അല്ല. കാരണം അവിടെ രണ്ടുപേരും ഓഫർ കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓഫർ ക്യാൻസൽ ആയാൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫർ മറ്റേയാൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഓഫർ എന്തായിട്ടുള്ളൂ, നമുക്കൊരു പ്രോമിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് ഓഫേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് വിളിക്കുക. കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് കൊടുക്കുന്നതിന് പകരമായിട്ട് വരുന്നതാണ് കൗണ്ടർ ഓഫർ. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുന്നത് ലാപ്സസ് ഓഫ് ഓഫറാണ്. ഓക്കെ, ഇവിടെ സ്ലൈഡ് ഇട്ടപ്പോൾ ഒരു എല്ല് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ലാപ്സസ് ആണ് കേട്ടോ, LAPSES ആണ്. ലാപ്സസ് ഓഫ് ഓഫർ. വെൻ ഡസ് ആൻ ഓഫർ കം ടു ആൻ എൻഡ്? എപ്പോഴാണ് ഒരു ഓഫർ അവസാനിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദ പ്രപ്പോസർ. ഒന്നാമത്തെ കാര്യം ഓഫർ വിഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫർ ക്യാൻസൽ ചെയ്യാനുള്ള ആദ്യത്തെ പവറുള്ള ആൾ പ്രപ്പോസറാണ്, അതായത് ഓഫർ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ ഓഫർ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹി ക്യാൻ റിവോക്ക് ദാറ്റ് ഓഫർ. ആ ഓഫർ അയാൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തൊരു കാരണം, ഓഫർ ഇല്ലാതായി പോകാനുള്ള അടുത്തൊരു കാരണം ലാപ്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈമാണ്. ഓഫറിൽ പറഞ്ഞ സമയത്ത് അക്സെപ്റ്റൻസ് നടന്നിട്ടില്ലെങ്കിൽ ഓഫർ എന്താവും, ലാപ്സ് ആയിട്ട് പോകും. പിന്നെ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് എ കണ്ടീഷൻ ബൈ ഓഫറർ ഓർ ഓഫറിങ്. അപ്പോൾ ഏതൊർ ഓഫററോ ഓഫറിയോ ഈ പറയുന്ന ഓഫറിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഓഫർ എന്താവും, ലാപ്സ് ആയിട്ട് പോകും. ബൈ ദ ഡെത്ത് ഓഫ് ഓർ ഇൻസാനിറ്റി ഓഫ് ദ ഓഫറർ. ഓഫർ കൊടുത്ത ആളുടെ ഡെത്ത് ഓർ ഇൻസാനിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇൻസെയിൻ ആയിട്ട് പോകും, അതായത് ബുദ്ധിഭ്രമമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മാറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓഫർ ലാപ്സ് ആയിട്ട് പോകും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ ഓഫർ വരികയാണെങ്കിൽ, കൗണ്ടർ ഓഫർ ഓർ ക്രോസ് ഓഫർ വരികയാണെങ്കിൽ ഓഫർ ലാപ്സ് ആയിട്ട് പോകും. ബൈ സബ്സിക്വൻറ്റ് ഇല്ലീഗലിറ്റി ഓർ ഡിസ്ട്രാക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ദെൻ നമ്മൾ എന്ത് സാധനത്തിൻ്റെ മുകളിലാണോ ഓഫർ കൊടുത്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് മാറ്റർ ഡിസ്ട്രോയ് ആയി പോവുകയോ അത് ഇല്ലീഗലായിട്ട് മാറുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ലാപ്സ് ആയിട്ട് പോകും. ബൈ റിജക്ഷൻ. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഓഫർ മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഓഫർ ഇസ് കം ടു ആൻ എൻഡ്. ദെൻ നമ്മൾ അതിൽ അടുത്തൊരു ഹെഡാണ് അക്സെപ്റ്റൻസ്. ആൻ അക്സെപ്റ്റൻസ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ബൈ ദ ഓഫറി ഓഫ് ഹിസ് വില്ലിങ്നെസ് ടു ബൗണ്ട് ബൈ ദ ടേംസ് ഓഫ് ആൻ ഓഫർ. ഒരാൾ കൊടുത്തിരിക്കുന്ന ഓഫറിലേക്ക് മറ്റേ ആൾ ആ ഓഫർ റിസീവ് ചെയ്തിട്ടുള്ള ആൾ അയാളുടെ വില്ലിങ്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അക്സെപ്റ്റൻസ് എന്ന് വിളിക്കുക. വെൻ ദ പേഴ്സൺ ടു ഹൂം ദ ഓഫർ ഇസ് മെയ്ഡ് സിഗ്നിഫൈസസ് ഹിസ് അസെൻറ്റ് ദെയർ ടു ദ പ്രപ്പോസൽ ഇസ് സെഡ് ടു ബി അക്സെപ്റ്റഡ്. അപ്പോൾ അയാളുടെ അസെൻറ്റ് അല്ലെങ്കിൽ അയാളുടെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അയാളുടെ വില്ലിങ്നെസ് ഓഫറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ആൻ അക്സെപ്റ്റൻസ്. എ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ഇറ്റ് ബിക്കം എ പ്രോമിസ്. ഒരു പ്രപ്പോസൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ മറ്റേയാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തായിട്ട് മാറും, ദാറ്റ് ബിക്കം എ പ്രോമിസ്. അതൊരു പ്രോമിസായിട്ട് മാറും. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്, ദാറ്റ് ഈസ് ഒരു ഓഫറിനോട് മറ്റേയാളുടെ റിയാക്ഷൻ. അത് പോസിറ്റീവ് ആണെങ്കിൽ അത് ദാറ്റ് ബിക്കം ആൻ അക്സെപ്റ്റൻസ്. ദെൻ വാലിഡ് അക്സെപ്റ്റൻസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ്. ദ അക്സെപ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മുടെ അക്സെപ്റ്റൻസ് ഓഫററിൻ്റെ അടുത്ത് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. അത് കൃത്യമായിരിക്കണം. അതേപോലെ അതിൽ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഈ പറയുന്ന ഓഫറിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് അത് മുഴുവൻ അംഗീകരിച്ചാൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു വാലിഡ് അക്സെപ്റ്റൻസ് ആയിട്ട് മാറുള്ളൂ. ആൻഡ് അക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കാം, മേ ബി എക്സ്പ്രസ്ഡ് ആയിരിക്കാം, ഇംപ്ലൈഡ് ആയിരിക്കാം. നമ്മുടെ റിട്ടേണോ ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, അപ്പോൾ അത് എക്സ്പ്രസ് ആയിരിക്കും. ഇനി നമ്മുടെ കണ്ടക്റ്റ് കൊണ്ട് മറ്റേയാളടുത്ത് നമ്മുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് മറ്റേയാൾക്ക് തോന്നുകയാണെങ്കിലും അത് അക്സെപ്റ്റൻസ് ആണ്. ദെൻ ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ഇൻ സം യൂഷ്വൽ ഓർ റീസണബിൾ മാനർ. ദെൻ അക്സെപ്റ്റൻസ് നമ്മൾ മറ്റേയാളെ അറിയിക്കേണ്ടത് കൃത്യമായിട്ടുള്ളൊരു വേ ഉണ്ട്. അതായത് ഒരു യൂഷ്വൽ മാനറിൽ അല്ലെങ്കിൽ ഒരു റീസണബിൾ മാനറിലായിരിക്കണം ഞാൻ ഈ ഒരു ഓഫറിനോട് അക്സെപ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഞാനതിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മറ്റേയാളെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ലാപ്സ് ഓഫ് ഓഫർ. അതായത് ഓഫർ ലാപ്സായി പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അക്സെപ്റ്റൻസ് നടത്തിയിരിക്കണം. ഓക്കെ, ദ അക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. പിന്നെ
നമ്മൾ ഈ പറയുന്ന ഓഫറിൻ്റെ അടുത്ത് നമ്മൾ യാതൊരു റെസ്പോൺസും ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ഒരിക്കലും നമ്മൾ അക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കില്ല. അക്സെപ്റ്റൻസ് മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് ഓൾ ദ ടേംസ് ഓഫ് ദ ഓഫർ. ഓഫറിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസും അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുക, അക്സെപ്റ്റൻസ് ആണ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇതിലെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓഫറും അക്സെപ്റ്റൻസും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ബൈ ആക്ട് ഓർ കമ്മ്യൂണിക്കേഷൻ ബൈ ഒമിഷൻ. കമ്മ്യൂണിക്കേഷൻ ബൈ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ വേർഡ്സ് കൊണ്ടോ റിട്ടൺ ഓറൽ വേർഡ്സ് കൊണ്ട് നമ്മൾ ഒരു ഓഫറോ അല്ലെങ്കിൽ അക്സെപ്റ്റൻസോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിത് വിളിക്കുക കമ്മ്യൂണിക്കേഷൻ ബൈ ആക്ട് എന്ന് വിളിക്കുക. ഇനി ഒമിഷൻ ഇൻക്ലൂഡ്സ് കണ്ടക്ട് ഓർ ഫോർബിഡൻസ് ഓൺ ദ പാർട്ട് ഓഫ് വൺ പേഴ്സൺ വെർ ഹാസ് ടു എഫക്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ തന്നെ ഒരാളുടെ പെർഫോമൻസ് കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫർ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് മറ്റേ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഓഫർ റിവോക്ക് ചെയ്യാണ്, ഞങ്ങൾക്ക് ഈ ഓഫറിനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് എയ്തർ ഓറലി ഓർ റിട്ടൺ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് കൊണ്ട് നമ്മൾ മറ്റേയാളെ മനസ്സിലാക്കിപ്പിക്കുന്നതാണെങ്കിലും അതെന്താണ്, ഓഫറിൻ്റെയോ അക്സെപ്റ്റൻസിൻ്റെയോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിവോക്കേഷൻ. റിവോക്കേഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഇല്ലാതായി പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3rd ചാപ്റ്ററിൽ ഉള്ള ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.